എക്സ്ക്യൂസ് അല്ല സാർ, ഐ വിൽ ഡു ഇറ്റ്. ഓട്ടോ കടവന്ത്ര. ഇല്ല സാർ, ഇല്ല, ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം. സോറി സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഒന്ന് കുളിക്കാതെ പോവോ? എന്റെ പൊന്നു മാഡം, ഇത് ഓട്ടോ ആണ്, എയ്റോപ്ലെയിൻ. എടാ ബെൻസോ, എനിക്ക് മനസ്സിലായില്ലടാ, നീ ഇത് ഓട്ടോ ഒക്കെ ആയിട്ട്. ഇതല്ല എന്റെ പണി. നീ എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ GFTയിൽ HR മാനേജറാ. നീ MBA പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ബാംഗ്ലൂർ? ചെന്നൈയില്. ചെന്നൈയില്. നിന്റെ സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമില്. നിന്റെ സ്റ്റോറി അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്ത് പറ്റി? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? തേങ്ങയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നിന്റെ സാലറി എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അതിനേക്കാളും കൂടുതലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ, പല വഴിക്കായിട്ട്. ഓ, പിന്നെ ആരെയും ചീത്തയും കേക്കണ്ട. പിന്നെ ഇഷ്ടമുള്ളപ്പോ പണിയെടുക്കാം, ഇഷ്ടമുള്ളപ്പോ റെസ്റ്റ് എടുക്കാം. ഐ ആം ദ കിങ്. ഒരുത്തന്റെ ഒരുത്തിയുടെയും കമാൻഡിനനുസരിച്ച് ഒന്നും ചെയ്യണ്ട. അതല്ലേ ഹാപ്പിനെസ്. അതാണ് റൈറ്റ്. കടവന്ത്രക്ക് ഇവിടുന്ന് നേരെ പോയപ്പോരെ. എനിക്ക് ഇങ്ങനെയാണ് പോണെങ്കിലോ? ഫീമെയിലീഗോ അടിച്ചല്ലേ? എന്നിട്ട് പറ മോനെ, പഠിത്തമൊക്കെ ഇതുവരെ പോയി? അതൊക്കെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോയി, ഒരു കാര്യമില്ല. ഞാനറിയുന്ന ബെൻസൺ ഓട്ടോ ഓടിച്ച് ലൈഫിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളായിരുന്നില്ല. ഇഷ്ടപ്പെട്ടൊക്കെ തന്നെയാണോടെ? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അത് മതി. അങ്ങനെ വിടല്ലേ, കുത്തി കുത്തി ചോദിക്കണം, അപ്പോഴല്ലേ ഞാൻ സത്യം പറയുള്ളൂ. എടി, ലോകത്ത് ഏതെങ്കിലും ഒരാണ് ഒറ്റ ചോദ്യത്തിൽ അവന്റെ വിഷമം മൊത്തം തുറന്നു പറഞ്ഞ ചരിത്രമുണ്ടോ? ഇനി കുത്തി ചോദിച്ചില്ല. ഞാൻ ഹാപ്പിയൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും ഹാപ്പിയുള്ള ജോലി ലൈഫൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതിന്റെ പുറകെ കുറെ പോയി നോക്കി, ഒന്നും അങ്ങനെ സെറ്റായില്ല. അപ്പൊ പിന്നെ ഇതിലങ്ങോട്ട് സെറ്റായി. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നല്ലോ ലൈഫ്. എന്നോ വിചാരിക്കാത്ത പല സാധനങ്ങളും നടക്കുകയും ചെയ്യും. എന്തിന് സ്കൂളിൽ പഠിക്കുമ്പോ മമ്മി എപ്പോഴും പറയും, ബെൻസനെ കണ്ടുപഠിക്കൂ, അവനെ നോക്കൂ, അവന്റെ മാർക്ക് കണ്ടോ. ഞാനെങ്ങാനും നിന്നെ നോക്കി പഠിച്ചിരുന്നെങ്കിലോ. എന്നെ നോക്കി പഠിക്കുന്നത് അത്ര പാടുള്ള പരിപാടിയൊന്നല്ല, പക്ഷെ ആ പഠിച്ചതിന് പരീക്ഷ എഴുതി ജയിക്കാൻ ഇച്ചിരി പാട്. അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. കുടിക്ക്. എടാ, ഞാൻ ഭയങ്കര ഹാപ്പി ആയി നിന്നെ കണ്ടിട്ട്. എത്രയാ? ഒന്നും കുഴപ്പമില്ല, നീ പോയിക്കോ. പോടാ, അതൊന്നും വേണ്ട, പറ. നീ ഒരു 50 രൂപ. അതിച്ചിരി കൂടുതലല്ലേ മോനെ? എടാ, ഒരു മിനിറ്റ്, എന്റെ കാർഡാ. നിന്റെ റെസ്യൂമേ എനിക്ക് അയക്കണേ, ഞാൻ നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അതുകൊള്ളാം. അപ്പൊ നിനക്ക് ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? എടി, ഒരു ജോലിയും കിട്ടാത്തോണ്ടല്ല ഞാൻ ഈ പരിപാടി എടുക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി ചെയ്യാൻ പറ്റാത്തോണ്ടാ. രണ്ടും തമ്മിലേ വലിയ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായോ? ഓ, എന്താണാവോ സാറിന് ഇഷ്ടപ്പെട്ടത്? അതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ. പക്ഷെ അത് ചോദിക്കേണ്ടിരുന്നത് നീയല്ല, എന്റെ അപ്പനും അമ്മയും. 10 കഴിഞ്ഞപ്പോഴോ +2 കഴിഞ്ഞപ്പോഴോ അവരത് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ റോട്ടിൽ നിന്ന് നടന്നു വരേണ്ടി വരുമായിരുന്നു. പോട്ടെ.